മങ്കടയിലെ CPIM സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു എന്ന വാർത്തയാണ്. ലീഗ് നേതാവ് കുന്നത്ത് മുഹമ്മദ് ആയിരിക്കും സ്ഥാനാർത്ഥിയാവുക. മങ്കടയിലെ CPIMന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു. ലീഗ് നേതാവ് കുന്നത്ത് മുഹമ്മദ് സ്ഥാനാർത്ഥിയാവും. വളരെ നിർണായകമായ യോഗമാണ് ഇന്ന് CPIMന്റെ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഇന്ന് മലപ്പുറം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മങ്കടയിലെ CPIMന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിരിക്കുന്നു. ലീഗ് നേതാവ് കുന്നത്ത് മുഹമ്മദ് സ്ഥാനാർത്ഥിയാകും. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശാന്തകുമാർ, വേറൊരു വിസ്മയം, ഇപ്പം മലപ്പുറത്ത് പല വിസ്മയങ്ങൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മങ്കടയിൽ കുന്നത്ത് മുഹമ്മദ് സ്ഥാനാർത്ഥിയാവുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കൃത്യമായി തന്നെയാണ്. മങ്കടയിൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം MP അലവിയായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരുന്നത്. ആ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചാണ് ഇപ്പോൾ അവിടെ കുന്നത്ത് മുഹമ്മദിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM ഏകദേശം ധാരണയായിരിക്കുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലം വളരെ പ്രധാനപ്പെട്ടതാണ്. മഞ്ഞളാംകുഴി അലി ആണ് അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അവിടെ വിജയിക്കാൻ വേണ്ടി ലീഗിൽ നിന്ന് തന്നെ ഒരു നേതാവിനെ എത്തിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് നേതാവ് കുന്നത്ത് മുഹമ്മദ് മങ്കട മണ്ഡലം പ്രസിഡന്റാണ്. മണ്ഡലം പ്രസിഡന്റായിരിക്കെയാണ് അദ്ദേഹം ഈ മഞ്ഞളാംകുഴി അലിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റും അദ്ദേഹത്തിന് പാർട്ടി കമ്മിറ്റിയിലും വലിയ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ അച്ചടക്കനടപടിയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം അവിടെ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥി തീരുമാനിച്ചപ്പോഴാണ് അദ്ദേഹവുമായി സംസാരിച്ച് ഇപ്പോൾ CPM അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നതിന്, ഇടതുപക്ഷം അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. CPMന്റെ ഒരു സിറ്റിംഗ് സീറ്റായ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചവരെടുത്ത് ആ സ്ഥാനാർത്ഥിയെ മാറ്റി അവിടെ ലീഗിൽ നിന്ന് വന്ന മുസ്ലിം ലീഗിന്റെ നിന്ന് വന്ന മണ്ഡലം പ്രസിഡന്റ് കൂടിയായ കുന്നത്ത് മുഹമ്മദിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും CPMന്റെ നിർണായക ജില്ലാ സെക്രട്ടറി യോഗവും ജില്ലാ കമ്മിറ്റി യോഗവും അവിടെ തുടരുകയാണ്. ഇതിന് ശേഷം അല്പസമയത്തിനകം വിജയരാഘവൻ തന്നെ മൂന്ന് സുപ്രധാന വാർത്തകളാണ് മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്, ന്യൂസ് മലയാളം ബ്രേക്ക് ചെയ്യുന്നത്. അതിലൊന്നാമത്തേത് അബ്ദുറഹ്മാൻ രണ്ടത്താണി തിരൂരങ്ങാടിയിൽ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ്.